നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചേരുകയാണ്. സണ്ണിക്കുട്ടി സാർ, ഇപ്പോൾ കെ സുധാകരനെ മാറ്റാനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡ് തന്നെ നടത്തുന്നു എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് അദ്ദേഹം ഇപ്പോൾ തനിക്ക് അനാരോഗ്യമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ്, ചർച്ച നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. പാർട്ടിക്ക് ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിൽ കെ സുധാകരൻ മാറില്ല എന്ന് പറയുന്ന ഈ മറുപടിയെ, ഇന്നത്തെ ഈ മറുപടിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം KPCC പ്രസിഡന്റ് സ്ഥാനത്തൊരു മാറ്റം ഉണ്ടാവും. പുതിയ ആൾ ഈ ആഴ്ച തന്നെ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. നേരത്തെ ശ്രീ സുധാകരൻ പലപ്പോഴും ചോദിച്ചപ്പം ഒക്കെ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോകാൻ പറഞ്ഞാൽ പോകും എന്ന് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് ഹൈക്കമാൻഡ് പറയുന്നത് ഞാൻ അനുസരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴദ്ദേഹം ചിലർക്ക് നൽകിയ അഭിമുഖങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരു നീക്കമില്ല, ഞാൻ ഒഴിയുന്നില്ല അല്ലെ ഒഴിയുകയില്ല എന്ന് പറയുന്നത് ഒരു സമ്മർദ്ദതന്ത്രം മാത്രമാണ്. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് വസ്തുതയെങ്കിൽ നമുക്ക് 100% ശരിയായ ഒരു ഇൻഫർമേഷൻ ആകണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ആൾ വരും, യാതൊരു സംശയമില്ല. ഇപ്പൊ അത് ഏറ്റവും അവസാനത്തെ ഒരു നീക്കം എന്ന നിലയിൽ ഞാൻ ഒഴിയില്ല അല്ലെങ്കിൽ ഒഴിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് പേടിച്ച് ഹൈക്കമാൻഡ് തീരുമാനം നീട്ടിവെക്കുമോ, അത് നീട്ടിവെക്കുമോ? അങ്ങനെ ഒരു സമ്മർദ്ദതന്ത്രം എന്നതിനപ്പുറത്ത് അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അതായത് സമ്മർദ്ദതന്ത്രം പയറ്റിയാലും കേരളത്തിലെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ 2026 പൊതു തെരഞ്ഞെടുപ്പിന്, അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്, അതിനൊക്കെ തയ്യാറെടുക്കാനുള്ള സമയം വളരെ കുറവാണ് കയ്യിലുള്ളത്. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ഈ മാറ്റം മാറ്റിവെച്ചുകൊണ്ട് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കമാൻഡിനും കഴിയും? പാർട്ടിയെ ഒന്ന് സജീവമാക്കണ്ടേ? അതിന് ശക്തമായ ഒരു നേതൃത്വം വേണ്ടേ? ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനം എത്രത്തോളം ആക്റ്റീവാണ് എന്ന ചോദ്യം ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഘടകകക്ഷികളിൽ നിന്ന്, പാർട്ടിയുടെ പ്രധാന നേതാക്കളിൽ നിന്ന്, ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിൽ നിന്നൊക്കെ. അങ്ങനെ ആ ഒരു വിവരമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ മുമ്പിലുള്ളത്. ഞാൻ അന്നേരവും പറയുന്നത് കെ സുധാകരൻ ഒരു മോശപ്പെട്ട KPCC പ്രസിഡന്റ് ആയിരുന്നു ഞാൻ പറയില്ല. അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ KPCCക്ക് നല്ല നേതൃത്വം കൊടുത്തു എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പ് അടക്കം നേട്ടം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അതൊന്നും തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അതൊന്നും കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പ്രശ്നം അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ട ആരോഗ്യമില്ല. 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പോ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഒരു മാറ്റം ഉണ്ടായാലും ഒരു പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും. ഇപ്പൊ സുജയ പറയുന്നത് പോലെ ഇത് സമയമില്ല പാർട്ടിയുടെ മുമ്പിൽ. 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നു, തദ്ദേശ ഭരണം, അത് കഴിഞ്ഞ് നിയമസഭ. അപ്പൊ അതിനൊരു മുന്നൊരുക്കത്തിന് കുറെ സമയം വേണം. അതിനൊരു പുതിയ പ്രസിഡന്റ് വരണം. പ്രസിഡന്റ് വന്നിട്ട് ഒന്ന് പിന്നെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് പുള്ളിയുടെ നിയന്ത്രണത്തിലാക്കാൻ ഉള്ളൊരു സമയം വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ, അതായത് പിന്നെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ തീരുമാനം നടപ്പാക്കാനായിട്ട് ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതായിരിക്കും നടക്കാൻ പോകും, അങ്ങനെ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ സഭാ നേതൃത്വമടക്കം, കത്തോലിക്ക സഭയടക്കം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ആൻഡ്രൂ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളാണ്. അക്കാര്യം അവർ ഹൈക്കമാൻഡിനെ, അതോടൊപ്പം തന്നെ KC വേണുഗോപാലിനെയൊക്കെ ബിഷപ്പുമാർ കണ്ടു എന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായി ക്രൈസ്തവ വോട്ടുകൾ ഒഴുകിപ്പോകാതിരിക്കാൻ, ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഗതിമാറ്റം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നേതൃമാറ്റം, അതും ക്രൈസ്തവ സമുദായത്തിന് താല്പര്യമുള്ള ഒരു നേതാവിനെ തന്നെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മാറ്റം, അത് അനിവാര്യമാണ് എന്നൊരു ഘട്ടമായി നിൽക്കുകയല്ലേ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ? ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വാസ്തവത്തിലെ KPCCയുടെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ മുമ്പിലുള്ള ഒരു ചോദ്യം അതാണ്. അതായത് AK ആന്റണിയെ നമ്മളൊരു ക്രിസ്ത്യൻ നേതാവായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും AK ആന്റണി, ഉമ്മൻചാണ്ടി, ഇവരുടെയൊക്കെ സമയം കഴിഞ്ഞതോടെ അപ്പൊ ആന്റണി എത്ര സജീവമല്ല, ഉമ്മൻചാണ്ടി കടന്നു പോവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മധ്യതിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കമാൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു നേതാവ് വേണം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ വേണം. നേരത്തെ ഒരു ഈഴവ പ്രസിഡന്റിനെ പറ്റി ആലോചിച്ചു. അപ്പം അത് നോക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തൊട്ട് മുമ്പുള്ള KPCC പ്രസിഡന്റുമാരൊക്കെ ആ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തവണ ഒരു ക്രിസ്ത്യൻ ആവട്ടെ, ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരാകട്ടെ എന്നൊരു ആലോചന, അങ്ങനെ ഒരു ഇതാണ് ഇവിടുന്ന് KPCC ഔദ്യോഗികമായിട്ടല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ദീപ മുൻഷിയും അത് തന്നെ ആ ഒരു നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോ സുജയ പറഞ്ഞതിന് ഒരു ചെറിയ വ്യത്യാസം ഒന്നുമില്ല. ഇവിടെ ഈ കത്തോലിക്ക സഭയിലെ ഏതെങ്കിലും മെത്രാന്മാര് ഇന്നാള് KPCC പ്രസിഡന്റ് ആകണമെന്ന രീതിയിൽ ഹൈക്കമാൻഡുമായിട്ട് സംസാരിച്ചെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. ഇവരൊക്കെ പിന്നെ വേണുവിനെയോ വേണുഗോപാലിനെയോ കാണുന്നുണ്ടാവും എന്നതിനപ്പുറത്ത്
അവരാരും ഈ രണ്ടോ മൂന്നോ പേരുടെ പേരുകളൊന്നും ഇതിലേതെങ്കിലും ഒന്ന് പറയും. ബിഷപ്പുമാർ അത് സൂചിപ്പിച്ചത് ശരിയാണ്. ബിഷപ്പുമാർ പോയി കണ്ടിരുന്നു. ആദ്യം കണ്ടത് KC വേണുഗോപാലിനെയാണ്. ജോസഫ് വാഴക്കിന്റെ പേരും സണ്ണി ജോസഫിന്റെ പേരും അങ്ങനെ പല ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കളുടെ പേരുകളൊക്കെ ഉയർന്നു വന്നതാണ്. ആദ്യഘട്ടത്തിൽ അറിയാമല്ലോ, ബെന്നി ബെഹനാന്റെ പേരടക്കം വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് താല്പര്യമുള്ള രണ്ട് നേതാക്കളായി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ആന്റോ ആന്റണിയുടെയും അതോടൊപ്പം തന്നെ സണ്ണി ജോസഫിന്റെയുമാണ്. ഇക്കാര്യത്തിൽ സണ്ണി ജോസഫിന്റെ കാര്യത്തിൽ K സുധാകരനും കുറച്ച് താല്പര്യമുണ്ട് എന്നത് കേൾക്കുന്നു. അതോടൊപ്പം ആന്റോ ആന്റണിയെ കുറിച്ച് K മുരളീധരന്റെ പേര് പറയാതെ തന്നെയുള്ള ഒരു പരോക്ഷ വിമർശനം ഇന്നലെ ഉയരുന്നത് നമ്മൾ കാണുകയാണ് മാധ്യമങ്ങളിലൂടെ. അങ്ങനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ പേരുകളുടെ കാര്യത്തിൽ ഒരു അവ്യക്തതയും ഒക്കെയുണ്ട്, ഏകാഭിപ്രായമില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് വോട്ട് സമാഹരിക്കുക എന്നതാണ്. മധ്യ കേരളമാണ് UDF-നെ സംബന്ധിച്ചോളം. അങ്ങ് UDF രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നയാളെന്ന നിലയിൽ എന്നെക്കാൾ നന്നായി അങ്ങേക്കും അറിയാമല്ലോ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പിന്നീട് ഈ ലവ് ജിഹാദ് പോലുള്ള ചില വിഷയങ്ങൾ, അങ്ങനെ കുറേ വിഷയങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വം എന്നൊന്ന് പറയുന്നതിനേക്കാൾ ഉപരി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾക്കൊരു മാറി ചിന്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സുജായ, ഇന്നിപ്പോ കേരളത്തില് ഒരാളെ ഇന്ന A or B or C ആള് KPCC പ്രസിഡന്റ് ആയോടെ, അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മറ്റേതെങ്കിലും സമുദായത്തിൽ നിന്നായിക്കോട്ടെ, ആ ആള് പ്രസിഡന്റ് ആകുന്നതുകൊണ്ട് എന്തെങ്കിലും വോട്ട് സമാഹരണം വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു നേതാവൊന്നും ഇപ്പൊ കോൺഗ്രസിൽ ഇല്ല. അങ്ങനെ നമുക്ക് ഉയർത്തിക്കാട്ടാവുന്നത് ഇന്ന ആള് KPCC പ്രസിഡന്റ് ആയാൽ ഇന്ന രീതിയിൽ ഗുണങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ പറയുന്ന പല പേരുകൾ അവർക്കൊക്കെ പാർട്ടിയെ കുറച്ചുകൂടെ സുസംഘടിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ, ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ആലോചിക്കട്ടെ. അല്ലാതെ അങ്ങനെ ഒരു തീർച്ചയായും റിസൾട്ടാണ് പ്രധാനം. എല്ലാവരെയും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. വളരെ നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് പാർട്ടിയെ ലക്ഷ്യത്തിലേക്ക്, വലിയ ലക്ഷ്യം എന്നുള്ളത് 2026 അധികാരത്തിലെത്തുക എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നതാണ്. അതിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ KPCCയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുക, അതാണ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യം.